നമ്മൾ മനുഷ്യന്മാരെ ഒരു പ്രധാന പ്രശ്നം എന്തായാലും ചില സമയത്ത് നമ്മളെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ശരിക്കും അവിടെയാണ് ശരിക്കും നമ്മൾ ഡൗൺ ആയി പോകുന്നത് കേട്ടോ. നമുക്ക് പിന്നെ ഒരു മുന്നോട്ട് വരാൻ തോന്നില്ല. അതായത് ബാക്കിയുള്ളവരുടെ ജീവിതം കണ്ട് നമ്മൾ അതേമാതിരി ജീവിക്കാനോ അല്ലെങ്കിൽ അതിൽ സങ്കടപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അവിടെ സ്റ്റക്ക് ആവുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ശരിക്കും അതിലൊക്കെ പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഇൻസ്റ്റയിലെ റീൽസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതായത് ചില റീൽസൊക്കെ കണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് അതേമാതിരി ആവണം, അല്ലെങ്കിൽ അവർ നന്നായിട്ട് അവർ ഭയങ്കര ഹാപ്പി ആണല്ലോ, അവരുടെ ലൈഫ് ഭയങ്കര കളറാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കും. നമ്മളത് ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തികമായിട്ട് ഭയങ്കര ഡൗൺ ആയിരിക്കും. അങ്ങനെ പല ചുറ്റുപാട് കൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നത്. എല്ലാവരുടെയും ജീവിതം സെയിം അല്ല, പലർക്കും പല ടൈപ്പ് ജീവിതമായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാണ്ട് നമ്മളെ ജീവിതം എങ്ങനെ സക്സസ് ആക്കി കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ ഹാപ്പിനെസ് എങ്ങനെ അതായത് നമ്മളെ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം, നമുക്ക് എന്തൊക്കെയാണ് സന്തോഷം തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളൊരു എയിം എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, അല്ലാതെ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് കടക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ ഒരു ഫോൺ ക്യാമറേന്റെ മുന്നിൽ കുറച്ച് നേരത്തെ ലൈഫായിരിക്കണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുക അയ്യോ ഇതേമാതിരി ആവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത്, അവരുടെ വിഷമങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ആരുടെയും വിഷമങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂല, അത്രയും നിവൃത്തി ഉണ്ടെങ്കിൽ. മനസ്സിലായോ? അവരുടെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ മാത്രമായിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുവരിക, അതായത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതും അത് നമ്മൾ പബ്ലിക്കിന് വേണ്ടി കാണിക്കുന്നതും. നമ്മളത് കാണുന്നു, ആ ഒരു നിമിഷത്തെ വീഡിയോ മാത്രം നമ്മൾ കണ്ടിട്ട് നമ്മളെ ലൈഫിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. അതിൻ്റെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ സക്സസ് ആവാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ സ്കില്ല് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ പറ്റുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം. പെട്ടെന്ന് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് രക്ഷപ്പെട്ടുകൊണ്ട് വരാൻ പറ്റൂല. നന്നായിട്ട് കഷ്ടപ്പെടണം, നന്നായി ശ്രമിച്ചാൽ തന്നെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. ഞാനും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വൺ ഡേ ഏതെങ്കിലും ദിവസം നമുക്ക് ഉണ്ടാവും, നമ്മളും സക്സസിലേക്ക് എത്തും വിചാരിക്കാം. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക, ശ്രമിക്കുക, അത്രേ ഉള്ളൂ.